ഹായ് ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സോസാണ്. അതിനായിട്ട് നമ്മൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കൊന്ന് നല്ലപോലെ അരിഞ്ഞെടുക്കാം. തക്കാളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ടിട്ട് ഒരു വിസിലൊന്ന് അടിക്കാം. നമുക്കിത് കുക്കറിലോട്ടിടാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള, ഒരു സവാള വേണ്ട, ഒരു സവാളയുടെ 1/4 ഭാഗം, ഒരു ചെറിയ 2 പട്ട, 4-5 കുരുമുളക്, ഒരു 3 ഗ്രാമ്പു, ഒരു 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കറൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി, അപ്പോഴത്തേന് തക്കാളി വേവും. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോസ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് എസൻസും പിന്നെ കെമിക്കൽസൊക്കെ ചേരുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. തക്കാളി നല്ലത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ തക്കാളി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുമ്പേ നേരത്തെ നമ്മളിട്ട പട്ടയും ഗ്രാമ്പും ഉണ്ട്, അതൊന്ന് പറക്കി കളയണേ. ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഭയങ്കര മണം വരും, ഒരുപാടത്തെ സ്മെല്ലാവും. അതുകൊണ്ട് നമുക്ക് അത്രയും സ്പൈസിൻ്റെ മണമൊന്നും വേണ്ട. നമുക്ക് ഗ്രാമ്പും അങ്ങ് എടുത്ത് കളയാം. മിക്സിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ടാക്കാം. തക്കാളിയുടെ ജ്യൂസെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പി വെച്ച് അതൊന്ന് തിളപ്പിച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടി. കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നത്. ഒരു സ്പൂണ് പഞ്ചസാര, ഒരു 2 സ്പൂണ് പഞ്ചസാര, കുറച്ച് ഉപ്പ്. നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കിയെടുക്കാം. നമുക്കിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി അതിനെ ഒരു പരുവത്തിലാക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു 2 അടപ്പ് വിനാഗിരി കൂടെ ചേർക്കണം. ഞാൻ കുറച്ച് തക്കാളിക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ എത്ര എടുക്കുന്നോ അതനുസരിച്ച് കുറച്ച് മുളക് പൊടിയുടെ അളവും പഞ്ചസാരയുടെ അളവും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇനി നമുക്ക് ഇളക്കി അതിൻ്റെ ഒരു പരുവത്തിലെത്തിക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. അങ്ങനെ ടേസ്റ്റി ആയിട്ട് എല്ലാ കൊച്ചുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു തക്കാളി സോസ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും കടയിൽ പോയി വാങ്ങിക്കണ്ട, എല്ലാവരും വീട്ടിലുണ്ടാക്കി എടുത്താൽ മതി. വീഡിയോ ഇഷ്ടം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.